ഹലോ, നമ്മുടെ ഒ ഇ ടി സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഒരു ഒ ഇ ടി സ്പീക്കിങ്ങിന് 3 മിനിറ്റ്സിൽ എങ്ങനെ എഫക്റ്റീവായി പ്രിപ്പയർ ചെയ്യാം എന്നതാണ് അല്ലെ. സോ ഈ വീഡിയോയിലും നമ്മൾ സ്പീക്കിങ്ങിന്റെ മറ്റൊരു എലമെന്റ് ആണ് നോക്കുന്നത്. സ്പീക്കിംഗ് വാമപ്പ് സെഷനിലെ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, എങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ഡെലിവർ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ അല്ലെ, ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉള്ളതാണ്, ഞാൻ എങ്ങനെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഞാൻ ഫസ്റ്റ് നെയിം പറയണോ, ഫുൾ നെയിം പറയണോ, ഹോബീസ് പറയണോ, അങ്ങനെ കുറെ ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട്സ് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നതാണ്. സോ മൈ നെയിം ഇസ് വിഷ്ണു ആൻഡ് വെൽക്കം ടു ദിസ് വീഡിയോ. ഓക്കെ, സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വാമപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ വാമപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവാലുവേഷൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്നാൽ പോലും ഈ സ്പീക്കിംഗ് ഇന്റർലോക്യൂട്ടർ ആൻഡ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇവാലുവേറ്റേഴ്സ്, ഇവരെല്ലാം നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള ആ ഒരു സംസാരം, നിങ്ങളുടെ വേ ഓഫ് ടോക്കിംഗ്, നിങ്ങളുടെ വൊക്കാബുലറിയുടെ ഡെപ്ത്, നിങ്ങളുടെ ടോൺ, ഇൻടോണേഷൻ, ഇതെല്ലാം ആദ്യമായിട്ട് അവർ കേൾക്കുന്നത് വാമപ്പിലൂടെയാണ്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാമപ്പ് നിങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യുക. ഓക്കെ, ഇനി വാമപ്പിൽ നമ്മളോട് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ. വേറെ ഏത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും 4-5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. സോ ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ ഡെലിവർ ചെയ്യാം? ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒ ഇ ടി എക്സാം എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ്. സോ ഇതൊരു പ്രൊഫഷണൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൊഫഷണൽ എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്പീക്കിങ്ങിന്റെ വാമപ്പിൽ നിങ്ങൾ പറയാൻ പോകുന്ന ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരു പ്രൊഫഷണലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. ഒരിക്കലും ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയോ പറയുന്ന പോലത്തെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ല നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. യു ആർ എ പ്രൊഫഷണൽ ആൻഡ് ദേ ആർ എക്സ്പെക്ടിങ് എ പ്രൊഫഷണൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫ്രം യു. സോ എങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ഡെലിവർ ചെയ്യാമെന്ന് നോക്കാം. ഏതൊരു സെൽഫ് ഇൻട്രൊഡക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പേര് വെച്ചിട്ടാണ്. സോ ഈ ഒരു ഒ ഇ ടി സ്പീക്കിംഗിലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പേര് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പേര് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫുൾ നെയിം പറയുക. ചില കുട്ടികൾ അവരുടെ ഫസ്റ്റ് നെയിം മാത്രമേ പറയാറുള്ളൂ. മൈ നെയിം ഇസ് ജാസ്മിൻ, ഐ എം ജാസ്മിൻ എന്നൊക്കെയാണ് പറയുക. അങ്ങനെയല്ല, ഒ ഇ ടി സ്പീക്കിംഗിന്റെ നമ്മുടെ ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനകത്ത് നിങ്ങൾ നിങ്ങളുടെ ഫുൾ നെയിം പറയുക. നിങ്ങളുടെ പേര് ജാസ്മിൻ ജോസഫ് എന്നാണെങ്കിൽ ഐ ആം ജാസ്മിൻ ജോസഫ് ഓർ മൈ നെയിം ഈസ് ജാസ്മിൻ ജോസഫ് എന്ന് പറയുക. പിന്നെ ചില കുട്ടികൾ പറയാറുണ്ട് മൈ സെൽഫ് ജാസ്മിൻ ജോസഫ് എന്ന്. അത് ആക്ച്വലി ഗ്രാമാറ്റിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഈ മൈസെൽഫ് എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ അത്ര ഫോമൽ അല്ല. സോ നമ്മളത് ഒ ഇ ടിയുടെ വാമപ്പ് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മൈസെൽഫ് ജാസ്മിൻ ജോസഫ് എന്ന് പറയുന്നതിന് പകരം ഐ ആം ജാസ്മിൻ ജോസഫ് ഓർ മൈ നെയിം ഇസ് ജാസ്മിൻ ജോസഫ് എന്ന് നിങ്ങൾക്ക് പറയാം. പേര് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ആ ഒരു സ്ഥലം, നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്. ഐ എം ഫ്രം കോട്ടയം, ഐ എം ഫ്രം തിരുവല്ല, ഐ എം ഫ്രം പത്തനംതിട്ട എന്നൊക്കെ നമുക്ക് പറയാം. അവിടെയും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഐ ആം കമ്മിങ് ഫ്രം കോട്ടയം എന്നൊരിക്കലും പറയരുത്. ING ഫോം യൂസ് ചെയ്യരുത്. ഐ ആം കമ്മിങ് ഫ്രം കോട്ടയം എന്നാൽ അതിന്റെ അർത്ഥം ഞാൻ ഇപ്പോൾ കോട്ടയത്ത് നിന്നാണ് വരുന്നത് എന്നാണ്, എന്റെ സ്ഥലം കോട്ടയമാണ് എന്നല്ല. സോ ING ഫോം യൂസ് ചെയ്യാതിരിക്കുക. ഐ ആം ഫ്രം കോട്ടയം ഓർ ഐ ആം ഫ്രം പത്തനംതിട്ട, ഇങ്ങനെ വേണം നിങ്ങൾ സ്ഥലത്തിനെ കുറിച്ച് പറയാൻ. ഓക്കെ, ഫസ്റ്റ് പേര് പറയാ, ഫുൾ നെയിം പറയാ, ദെൻ നിങ്ങളുടെ സ്ഥലത്തിനെ കുറിച്ച് പറയാ. മൂന്നാമതായി പറയേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പം സപ്പോസ് നിങ്ങൾ ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണ്. BSc എന്ന് പറഞ്ഞാൽ അതൊരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഇനി MSc നഴ്സിംഗ് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ MSc എന്നതൊരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. സപ്പോസ് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2019 ബാച്ചിലേഴ്സ് ഇൻ നഴ്സിംഗ്, അതായത് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റ് ആണെന്ന് വെക്കുക. സോ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയാൻ പറ്റും? I have completed my bachelor's in nursing അല്ലെങ്കിൽ I have completed my bachelor's degree in nursing from Kerala University in 2019 എന്ന് പറയാം. അല്ലെങ്കിൽ I have completed my bachelor's degree in nursing under Kerala University in 2019 ഫ്രം കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അണ്ടർ കേരള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പറയാം. ഇനി യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നെ പറയണമെന്നൊരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിന്റെ പേര് വേണമെങ്കിലും പറയാം. ഓക്കെ, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ നഴ്സിംഗ് ഫ്രം GNM കോളേജ് ഓഫ് നഴ്സിംഗ് ഇൻ 2019. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ നഴ്സിംഗ് ഫ്രം MSN കോളേജ് ഓഫ് നഴ്സിംഗ് ഇൻ 2020. ഇങ്ങനെ നിങ്ങൾക്ക് കോളേജിന്റെ പേരും പറയാം. ഓക്കെ, ഇനി എഡ്യൂക്കേഷന് ശേഷം നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾക്കൊരു 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെക്കുക. എങ്ങനെ പറയാം? ഐ ഹാവ് 4 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആസ് എ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ആ ഒരു യൂണിറ്റ് സ്പെസിഫൈ ചെയ്യണമെന്നില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഹാവ് 4 years ഓഫ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആസ് എ രജിസ്റ്റേർഡ് നഴ്സ് ഓർ ഐ ഹാവ് 4 years ഓഫ് എക്സ്പീരിയൻസ് ആസ് എ
സ്റ്റാഫ് നഴ്സ് എന്നും നിങ്ങൾക്ക് പറയാം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ആ ഒരു യൂണിറ്റ് സ്പെസിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചെയ്യാം, ചെയ്യാതിരിക്കാം, ഇറ്റ്സ് യുവർ ചോയ്സ്. പിന്നെ ചില കുട്ടികൾ പറയാറുണ്ട് ഐ ആം ഹാവിംഗ് 4 years of experience. അത് തെറ്റാണ്. ഓക്കെ, സോ അവിടെയും നിങ്ങൾ ING ഫോം യൂസ് ചെയ്യരുത്. ഐ ഹാവ് 4 years of experience in the emergency department as a registered nurse എന്നാണ് പറയേണ്ടത്. ഐ ആം ഹാവിംഗ് 4 years of experience എന്ന് പറയരുത്. ദാറ്റ്സ് എ റോങ് യൂസേജ്. അത് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. അപ്പോൾ ഫ്രഷേഴ്സിന് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഞങ്ങൾക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചൊന്നും പറയാനില്ല, അപ്പൊ ഞങ്ങൾ ഐ ആം എ ഫ്രഷർ എന്ന് പറയണോ, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ് എന്ന് പറയണോ എന്നുള്ളത്. ആക്ച്വലി ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. അതുപോലെ തന്നെ ഐ ആം എ ഫ്രഷർ എന്നും പറയണ്ട. അതിന് പകരം കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. അതായത് കറന്റ്ലി ഐ ആം ലുക്കിംഗ് ഫോർ ആൻ എക്സലന്റ് ഓപ്പർച്യൂണിറ്റി ടു അപ്ഗ്രേഡ് മൈ സ്കിൽസ് ആൻഡ് നോളജ്. ഇങ്ങനെ ഒരു സെന്റൻസ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം. അതായത് നിങ്ങൾ ഒരു ഫ്രഷർ ആണെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ നഴ്സിംഗ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റി ഇൻ 2024 ആൻഡ് കറന്റ്ലി ഐ ആം ലുക്കിംഗ് ഫോർ ആൻ എക്സലന്റ് ഓപ്പർച്യൂണിറ്റി ടു അപ്ഗ്രേഡ് മൈ സ്കിൽസ് ആൻഡ് നോളജ്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. യെസ്, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫോർമൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടത്. നമ്മുടെ പേര് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ സ്ഥലം എവിടുന്നാണ് നമ്മൾ വരുന്നു അത് രണ്ടാമത് പറയുക, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് മൂന്നാമത് പറയുക, ആൻഡ് നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് നാലാമത് പറയുക. ഈ 4 കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഇനിയിപ്പം ചില സ്റ്റുഡൻസിന് പല ഡൗട്ടുകളും ഉണ്ട് ഈ ഒരു വാം അപ്പ് സെഷനിലെ സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ച്. അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് നോക്കാം. അപ്പം 1-2 സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, നമ്മുടെ ഈ സെൽഫ് ഇൻട്രൊഡക്ഷനകത്ത് നമ്മുടെ പേര് പറഞ്ഞതിന് ശേഷം ഐ ആം എ നേഴ്സ് ബൈ പ്രൊഫഷൻ എന്ന് പറയണോ എന്നുള്ളത്. അതായത് മൈ നെയിം ഇസ് ജാസ്മിൻ ജോസഫ്, ഐ എം ഫ്രം പത്തനംതിട്ട, ഐ എം എ നേഴ്സ് ബൈ പ്രൊഫഷൻ, ഇങ്ങനെ പറയണോ വേണ്ടോ എന്നുള്ളത്. ആക്ച്വലി ഐ ആം എ നേഴ്സ് ബൈ പ്രൊഫഷൻ എന്നുള്ള ഈ ഒരു സെന്റൻസ് ആഡ് ചെയ്താലും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസ് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആ ഒരു സെന്റൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫ്രെയിം ചെയ്യുന്നതാണ്. സോ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഐ ആം എ നേഴ്സ് ബൈ പ്രൊഫഷൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ പേരും സ്ഥലവും പറഞ്ഞതിന് ശേഷം ആഡ് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് സെൽഫ് ഇൻട്രൊഡക്ഷനകത്ത് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസും നമ്മുടെ ഹോബീസും ആഡ് ചെയ്യണമെന്ന് ചില സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ട്. അതായത് ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനകത്ത് ഐ ഹാവ് എ ഫാദർ, മദർ ആൻഡ് 2 siblings എന്ന് പറയണം, അല്ലെങ്കിൽ മൈ ഹോബീസ് ആർ ഡാൻസിങ് ആൻഡ് സിംഗിങ് എന്നൊക്കെ പറയണമെന്ന്. ആക്ച്വലി ഇതൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊഫഷണൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾ പറയുന്നത്. അതിനകത്ത് നിങ്ങളുടെ ഹോബീസിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചും നിങ്ങളുടെ ഹോബീസിനെ കുറിച്ചും ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ മറ്റ് ഒരു സ്റ്റുഡന്റ് ചോദിച്ചൊരു ഡൗട്ടാണ്, ഈ നമ്മുടെ സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഐ എം ഫ്രം പത്തനംതിട്ട അല്ലെ ഐ എം ഫ്രം തിരുവല്ല എന്ന് പറയാതെ ഐ എം ഫ്രം എ ബ്യൂട്ടിഫുൾ വില്ലേജ് ഫ്രം ദ സദേൺ പാർട്ട് ഓഫ് കേരള അങ്ങനെയൊക്കെ കുറച്ച് ആലങ്കാരികമായി പറയണമെന്നുള്ളത് അതിന്റെയും ഒരാവശ്യവും ഇവിടെ ഇല്ല. ബിക്കോസ് വൺസ് അഗെയിൻ ഇതൊരു ഒരു ഫോർമൽ ആയിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്ഥലത്തിന്റെ നിങ്ങളുടെ ഹോം ടൗണിന്റെ പേര് പറഞ്ഞാൽ മതി. അതിന്റെ കൂടെ ഇതുപോലെ കുറച്ച് ഡെക്കറേഷൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഐ എം ഫ്രം എ ബ്യൂട്ടിഫുൾ വില്ലേജ് ഒന്നും അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സോ സെന്റൻസസോ ഒന്നും ആഡ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ ഡെലിവർ ചെയ്യണം എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാനൊരു എക്സാമ്പിളോട് കാണിച്ചു തരാം. ഇപ്പൊ ജാസ്മിൻ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ഞാൻ എന്ന് വെക്കുക. ഓക്കെ, എനിക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു BSc നേഴ്സ് ആണ്. ഞാൻ OET സ്പീക്കിങ്ങിന് പോയാൽ വാമപ്പിൽ എങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രസന്റ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഐ ആം ജാസ്മിൻ ജോസഫ്. I am from Pathanamthitta. I have completed my bachelor's degree in nursing under Kerala University in 2020. I have 4 years of clinical experience as a registered nurse in the emergency department. That's all. ഇത്രേ ഉള്ളൂ. Alright. ഇനിയിപ്പോ നിങ്ങൾ ഒരു ഫ്രഷർ ആണെങ്കിലോ, I am Jasmine Joseph. I am from Kottayam. I have completed my bachelor's degree in nursing from Kerala University in 2024. Currently, I am looking for an excellent opportunity to upgrade my skills and knowledge. Okay, that's all. Okay, ഇതുപോലെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രസന്റ് ചെയ്താൽ മതിയാവും. Okay, so I hope this video was helpful. Self introduction related മറ്റെന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. I will reply to your comments. Okay, so see you soon with another video on OET. Until then, take care. Bye.